ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രണയിച്ച ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർക്കാറുണ്ടോ? ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ടോ? ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു കാര്യം അറിയാൻ ഒരുപാട് പേർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അവർ നമ്മൾ ഇപ്പോഴും ഓർക്കാറുണ്ടോ? ഇപ്പോഴും നമ്മളെ മനസ്സിൽ സൂക്ഷിച്ച് നടക്കാറുണ്ടോ? അല്ലെങ്കിൽ അവരിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കോ? അവർ മറ്റൊരു വ്യക്തിയായിട്ട് ഇഷ്ടത്തിലായിരിക്കോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാം അവരിപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കോ ഇല്ലയോ എന്ന്. അതിനു മുൻപ് നിങ്ങൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒന്നാമത്തെ കാര്യമാണ്, ആ ഒരു വ്യക്തി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത്? നിങ്ങൾ പ്രണയിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? രണ്ടാമതായി, നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്? നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ എങ്ങനെയായിരുന്നു പ്രണയിച്ചിരുന്നത്? മൂന്നാമതായി, നിങ്ങൾ ആ ഒരു വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? ആ ഒരു റീസൺ എന്തായിരുന്നു? നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രണയിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ആൾ, നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലുക്ക് ആയിരിക്കാം. അപ്പോൾ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ബുള്ളറ്റോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലുക്കോ സ്റ്റൈലോ ഒക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മുടിയോ അല്ലെങ്കിൽ അവരുടെ കണ്ണോ ഡ്രസ്സിങ്ങോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലുക്കോ സ്റ്റൈലോ ഒക്കെ കണ്ടിട്ടാണ് നിങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർക്കാനൊക്കെ ഉള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ അതല്ല, നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ആയിരുന്നു, പതിയെ നിങ്ങളൊരു ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പതിയെ പതിയെ നിങ്ങളൊരു ഇഷ്ടത്തിലായി മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ അവരുടെ ഒന്നും കണ്ടിട്ടായിരിക്കില്ല, നിങ്ങൾ അവരുടെ ഒരു മനസ്സ് കണ്ടിട്ടായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവരുടെ റിലേഷൻഷിപ്പും അടിപൊളിയായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസും ഉണ്ട്. രണ്ടാമതായിട്ടാണ്, നിങ്ങളുടെ പ്രണയം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്? നിങ്ങൾ അവരുടെ ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ക്യാഷ് കണ്ടിട്ടാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആവശ്യം കണ്ടിട്ടാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നത് എന്നുണ്ടെങ്കിലും പിന്നീട് അവരുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ നിങ്ങൾക്ക് അവരെ ഒരുപാട് ഇഷ്ടമായി. അവരുടെ ഒരു മനസ്സ് മാത്രം മതി എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് അവരെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ ഓർക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത്. പക്ഷെ അതല്ലാതെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരോട് ചെന്ന സോറി ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയാലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതല്ല, നിങ്ങൾ പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, പരസ്പരം നിങ്ങളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, എല്ലാ കാര്യത്തിലും ഡൗട്ടായിരുന്നു, എപ്പോഴും വഴക്കും ദേഷ്യവും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മുടെ മൂന്നാമതായിട്ടുള്ളൊരു കാര്യമായിരുന്നു നിങ്ങൾ പിരിയാനുണ്ടായിട്ടുള്ള റീസൺ. ചിലപ്പോൾ ഒരു നിസാര കാര്യത്തിനായിരിക്കും നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ തട്ടിയ ഒരു ചെറിയൊരു കാര്യമായിരിക്കും, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തായിരിക്കും നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് അവരുടെ മനസ്സിൽ ഒരുപാട് വലിയ മുറിവ് ഏറ്റിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വലിയ ഗ്ലാസിന്റെ അറ്റത്ത് നമ്മൾ ചെറിയൊരു തട്ട് തട്ടിയാൽ അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മനസ്സും. ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഉടയാതെ നോക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കണം. പക്ഷെ അത് എല്ലാവർക്കും അതങ്ങനെ പൊറുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ചെറിയൊരു റീസൺ കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോയിട്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. കുറച്ച് നാളുകളൊക്കെ നിങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു വഴക്കായി നല്ല അടിച്ചു പിരിഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടായിട്ട് നിങ്ങളെ അവരെ ഓർക്കും. പക്ഷെ അതല്ല, നിങ്ങൾ നമ്മളൊരു വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവർ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് കുറവാണ്. അവർക്ക് നിങ്ങളോട് ഒരു വെറുപ്പായിരിക്കും. നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കും, അത് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ ഓർക്കുന്നത് ഒരു വെറുപ്പോടു കൂടെ തന്നെ ആയിരിക്കും. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ഇപ്പം എന്തിനാണ് അവളെ ഓർത്ത്, അല്ലെങ്കിൽ അവനെ ഞാൻ എന്തിനാണ് ഓർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം ഒരു വെറുപ്പായിരിക്കും. വളരെ കുറച്ച് നാളുകളൊക്കെ നിങ്ങളിങ്ങനെ ഓർത്തിരിക്കും. അത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വർക്കിലോ കാര്യത്തിലോ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളെ അവർ മറക്കാൻ ശ്രമിക്കും. കാരണം അത്രയ്ക്കും വലിയൊരു തെറ്റായിരിക്കും നിങ്ങൾ അവരോട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പിന്നീട് ഓർക്കാൻ ശ്രമിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പിന്നീടുള്ള ഒരു കാര്യമാണ്, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു പുരുഷനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലവർ, ഫാദർ, മദർ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. നമ്മൾ കുറച്ച് നാളുകൾ ആ ഒരു വ്യക്തിയെ ആലോചിച്ച് നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കും.
പക്ഷേ പിന്നീട് നമ്മുടെ ആ ഒരു ലൈഫിൽ നമ്മൾ പതിയെ പതിയെ അതിൽ നിന്ന് നമ്മൾ അവരെ മറക്കാൻ ശ്രമിക്കും. എപ്പോഴെങ്കിലും ആ ഒരു വ്യക്തി ഓർക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ അവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മരണപ്പെട്ട സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോഴോ ഒക്കെ നമുക്ക് ചെറിയ വിഷമം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പും. അവർ പോയി കഴിഞ്ഞാൽ പിന്നീട് അവരെ മറക്കാൻ ശ്രമിക്കും. അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയി, അല്ലെങ്കിൽ അവൻ എൻ്റെ ലൈഫിൽ നിന്ന് പോയി, അവൾ മരിച്ചായിട്ട് ഞാൻ കാണുകയാണ്, അങ്ങനെയൊക്കെ ചിലർ പറയുണ്ടായിരിക്കും. ചിലർ തേപ്പ് കിട്ടിയാലൊക്കെ ആയിരിക്കും അങ്ങനെ ഓർക്കുണ്ടാവും. പക്ഷെ തേപ്പ് എന്നുള്ളതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. എന്നാലും പറഞ്ഞു വരുന്നത്, ഒരു 2-3 മാസം മാക്സിമം നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പതുക്കെ അവർ നിങ്ങളെ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലവരൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവർ മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് ആകെ മാറിയിട്ടുണ്ടായിരിക്കും. അവർക്ക് മറ്റുള്ളവരോടൊക്കെ ഒരു വെറുപ്പായിരിക്കും. ഇതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലവർക്കൊക്കെ ഇത്തരത്തിലുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു റീസൺസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അതായത് നിങ്ങളുടെ ലുക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാഷ് കണ്ടിട്ടോ ഒക്കെയാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഓർക്കാൻ സാധിക്കില്ല. അവർ നിങ്ങളെ ഓർക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ അതല്ല, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് പതിയെ പതിയെ നിങ്ങൾ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഓർത്തിരിക്കും. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്ന് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഒരു ലുക്ക് കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും, പിന്നീട് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നിങ്ങളുടെ മനസ്സ് മാത്രം മതി അവർക്ക് എന്നാണെങ്കിലും, അവർ പിന്നീട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാലും അവർ നിങ്ങളെ ഓർക്കും. പിന്നീട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്, ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഓർക്കും. പക്ഷെ അതല്ല, നിങ്ങൾ അവരുടെ ഒരു മറക്കാൻ പറ്റാത്തൊരു തെറ്റാണ്, അല്ലെങ്കിൽ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് നിങ്ങൾ അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെ ഓർക്കും, പക്ഷെ അത് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും, ഒരു വെറുപ്പോട് കൂടിയായിരിക്കും നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു റീസൺസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ആ ഒരു വ്യക്തി ഇപ്പോഴും ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.